നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളിതേ വൺ ഡേ ഇൻ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ സാൻറ്റോണിയിൽ നിന്ന് ഏകദേശം ഒരു 1.25 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. ഇതിപ്പം സെൻറ്റ് എഡ്വാർഡ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെയാണ് വന്നേക്കുന്നത്. അപ്പം ഇവിടെ എന്താണ് കാഴ്ചകൾ, ഇവിടെ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് പുറകെ വരാം. അപ്പം ഞങ്ങളുടെ ഈ ഒരു വൺ ഡേ ഇൻ ഓസ്റ്റിൻ ട്രിപ്പിലേക്ക്, ഈ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമേരിക്കയിലെ ബിഗ്ഗസ്റ്റ് ഗ്യാസ് സ്റ്റേഷനായ ബഗ്ഗീസിൻ്റെ ഒരു ബ്രാഞ്ചിലേക്കാണ് ഞങ്ങൾ കയറുന്നത്. ടെന്നസി എന്ന് പറഞ്ഞ സ്ഥലത്തെ ബഗ്ഗീസിൻ്റെ ഒരു ബ്രാഞ്ചാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ ഗ്യാസ് സ്റ്റേഷനായിട്ട് ഇപ്പോൾ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഈ കയറിയ ഗ്യാസ് സ്റ്റേഷനാണ് ഇപ്പോഴത്തെ ബിഗ്ഗസ്റ്റ് വൺ. കാരണം ഞാൻ ഈ കയറുന്ന ആ ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഇനാഗ്രേറ്റ് ചെയ്ത്. കാരണം അതിൻ്റെ സൈഡിലോട്ട് അവർ കുറേ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കണക്കിന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബോധം കിട്ടും. ഒരു സൈഡിൽ നിന്ന് നമ്മൾ മറ്റേ സൈഡിലേക്ക് ഓട്ടോറിക്ഷ പിടിച്ച് പോകേണ്ടി വരും. അത്രയും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ കയറിയത് ഇവരുടെ പഴയതാണ്. ഇതിനോട് കൂടി ചേർന്ന് തന്നെയാണ് ബാക്കി പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഇതാണ് തോന്നുന്നു അമേരിക്കയിലെ ഏറ്റവും വലിയ ഗ്യാസ് സ്റ്റേഷൻ എന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ പ്രൊഡക്റ്റിൻ്റെ കാര്യം പറയുകയാണ്, ഇവരെല്ലാം ഇവിടെ തന്നെ നമ്മളുടെ മുന്നിൽ വെച്ച് മേക്ക് ചെയ്യുന്നതാണ്. ഇവരുടെ എല്ലാം ഓൺ പ്രൊഡക്ട്സ് ആണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലേസ്, ചീറ്റോസ് പോലെയുള്ള ചിപ്സുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഒരു ബ്രാൻഡിൻ്റെയും ചിപ്സ് ഞാൻ അവിടെ കണ്ടില്ല. എല്ലാ ബഗ്ഗീസിൻ്റെ തന്നെ അവർ തന്നെ ഓൺ പ്രൊഡക്റ്റ് ചെയ്യുന്ന ചിപ്സുകളും പിന്നെ കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളൊക്കെയാണ്. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. അതുപോലെ എല്ലാം കഴിക്കാൻ വേണ്ട, കുടിക്കാനും കഴിക്കാനും വേണ്ട എല്ലാ സാധനവും അവരവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഗിഫ്റ്റ് കൊടുക്കുന്ന ഐറ്റംസ്. ഈ ഒരു പ്രൊഡക്ട്സ് പോലും കണ്ടില്ല, അവരുടെ ലോഗോ കണ്ടില്ലേ. ഇപ്പോൾ ടീഷർട്ട്സ് ആണെങ്കിലും അവരുടെ ലോഗോ ഉണ്ടാകും. ഇതേപോലെ തന്നെ ഐറ്റംസ്, എന്ത് ഐറ്റംസ് എടുത്താലും എല്ലാം ഇവരുടെ തന്നെ ഓൺ പ്രൊഡക്ട്സ് ആണ്. ഇപ്പോൾ അവിടെയുള്ള നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക ഏത് കപ്പ് എടുത്താലും അതും ബഗ്ഗീസിൻ്റെ തന്നെ ലോഗോ കാണും. എല്ലാം ഇവരുടെ തന്നെ, അത്ര വലിയ സംഭവം. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കട്ട് ഫ്രൂട്ട്സ്, അതായത് വാട്ടർമെലൻ്റെ കട്ട് ഫ്രൂട്ട്സ് എടുത്തായിരുന്നു. പിന്നെ ഇത് ഈ ഫഡ്ജൊക്കെ പോലത്തെ, നമ്മുടെ ഈ സ്വീറ്റൊക്കെ പോലത്തെ സാധനങ്ങളാണ്. ഇതെല്ലാം കണ്ടില്ലേ, നമ്മുടെ മുന്നേ വെച്ചവരെ സാമ്പിൾ തരും കഴിക്കാനായിട്ട് ഇച്ചിരി. പിന്നെ അവരത് കഴിഞ്ഞിട്ട് നമ്മളിത് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കുകയാണ്, അവരവിടെ നിന്ന് ഉണ്ടാക്കുകയാണ്. പിന്നെ ഞങ്ങൾ രാവിലെ ഒരു ടൈമിലാണ് ഞങ്ങൾ ഓസ്റ്റിന് പോകാൻ ഇറങ്ങിയത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇച്ചിരി വിശപ്പെടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉച്ചയാകാറായി, ബ്രഞ്ചാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പം ഞങ്ങൾ എടുക്കുന്നത് ഇവരുടെ തന്നെ ബ്രിസ്ക്കറ്റ്, ഭയങ്കര കണ്ടോ, സ്ലൈസ്ഡ് ബ്രിസ്ക്കറ്റ് സാൻഡ്വിച്ച്, അതുപോലെ തന്നെ ചോപ്ഡ് ബ്രിസ്ക്കറ്റ് സാൻഡ്വിച്ച്, ഇതൊക്കെ ഭയങ്കര ഫേമസ് ആട്ടോ ഇവരുടെ ഈ സാൻഡ്വിച്ച്. ഇയാൾ കണ്ടോ, ഒരു ബ്രിസ്ക്കറ്റ്, അതായത് ഒരു മീറ്റ്, അത് എത്രയോ മണിക്കൂറുകൾ ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്തിട്ട് അവരെടുക്കുന്നതാണ്. പിന്നെ ഞങ്ങളിത് കുറേ ഡ്രിങ്ക്സ് എടുത്തത്. ഡ്രിങ്ക്സ് ഒക്കെ ആണെങ്കിൽ പോലും ഇവരെല്ലാം ഇവരുടെ തന്നെയാണ്. നമുക്ക് വേറെ എനിക്ക് തോന്നുന്നു കോളയൊക്കെ കാണുമായിരിക്കും, പക്ഷേ വേറൊരു ബ്രാൻഡ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എനിവേ ഞങ്ങൾ സ്ലൈസ്ഡ് ബ്രിസ്ക്കറ്റ് സാൻഡ്വിച്ച് എടുത്തു, ചോപ്ഡ് ബ്രിസ്ക്കറ്റ് സാൻഡ്വിച്ച് എടുത്തു. പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എനിക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ അടുപ്പിൽ വരട്ടിയെടുത്ത നമ്മുടെ ബീഫ് കറിയില്ലേ, ബീഫും ബ്രെഡും കഴിച്ച പോലത്തെ ഒരു ഫീലായിരുന്നു. സംഭവം കൊള്ളാം. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുള്ളതാണ് ഹ്യൂസ്റ്റണൊക്കെ പോകുമ്പോൾ. സോ എനിക്കിഷ്ടപ്പെട്ടു. ഇനി നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് സ്ഥലം, ഡെസ്റ്റിനേഷൻ സെയിൻറ്റ് എഡ്വാർഡ്സ് പാർക്കിലേക്കാണ്. ഇതൊരു ട്രക്കിംഗ് എന്നൊക്കെ പറയാം. കുറേ ദൂരം നമുക്ക് നടക്കാനുണ്ട്. ചുമ്മാ ഇതുപോലെ വിജനമായിട്ടുള്ള പ്രദേശം വഴി. ഇച്ചിരി പേടിയുണ്ടായിരുന്നു, കാരണം ആൾക്കാരൊന്നും കാണാനുണ്ട്. പിന്നെ കുറേ ആൾക്കാർ സൈക്കിളൊക്കെ ചൂണ്ടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ടപ്പം വലിയ സീനിലായിരുന്നു. കുറേ കഴിഞ്ഞപ്പം ഞങ്ങളിതേ കണ്ട് ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ എത്തി കേട്ടോ. നല്ല തെളിഞ്ഞ വാട്ടർ, കണ്ണീര് പോലത്തെ വെള്ളം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു സംഭവം. പക്ഷേ ഞങ്ങൾ ഇറങ്ങാനൊന്നും പോയില്ല, കാരണം അറിയത്തില്ല അതിൻ്റെ അകത്ത് ഇനി വല്ല ഉണ്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ വേറെ സൈഡിലേക്ക് നോക്കിയപ്പോൾ അവിടെ നല്ല വാട്ടർഫോൾ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ചില്ല, വീഡിയോ മോശമല്ലേ ആൾക്കാർ കുളിക്കുമ്പം, സോ ഞാൻ അത് കാണിക്കുന്നില്ല. എനിവേ ഞങ്ങൾക്ക് ഇറങ്ങാൻ തോന്നിയില്ല, പക്ഷേ നല്ല അടിത്തട്ടൊക്കെ നന്നായിട്ട് കാണാമായിരുന്നു. വലിയ ആഴം ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അഖിലെന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്, മുതലയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തെറിച്ചേക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അടുത്ത സ്ഥലം പിടിക്കുക കേട്ടോ. ഒത്തിരി നമ്മൾ കുന്നിൻ്റെ മേളിൽ കയറണമെന്നൊന്നും പറയത്തില്ല, പക്ഷെ കുന്നല്ല, നമ്മളിങ്ങനെ സൈഡിൽ ഇങ്ങനെ അവർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പ് കയറി മേളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. നമുക്ക് ഓസ്റ്റിൻ സിറ്റി ഫുള്ള് കാണാൻ പറ്റും. ഏകദേശം അവർ ഡൗൺ ടൗൺ മുഴുവൻ, ഈ ഒരു ലേക്ക്, അതോ റിവറോ, എനിവേ നല്ല അടിപൊളി കിടിലം വ്യൂ ആയിരുന്നു. അവിടെ നിന്ന് താഴത്തോടെ ഇറങ്ങി ഒരു പാർക്കുണ്ട്, ബോട്ട് സർവീസൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഇതേപോലെ പല കളറുള്ള കുറേ
കുറേ ബോട്ടുകൾ കണ്ട്, സ്പീഡ് ബോട്ട്. നമുക്ക് തന്നെ ഡ്രൈവ് ചെയ്യാം. പക്ഷേ ഞങ്ങൾ കയറിയില്ല. നല്ല പൊരിഞ്ഞ ചൂടായതുകൊണ്ട്. ടെക്സാസ് ഫുള്ള് കരിഞ്ഞു പൊരിഞ്ഞു വെയിലും ചൂടുള്ള സമയമായതുകൊണ്ട് ഇതിൽ കൂടുതൽ സമയം ഞങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റൊക്കെ തപ്പിയെടുത്ത് അവിടെ പോയി നല്ല അടിപൊളി ഇറ്റാലിയൻ പാസ്തയൊക്കെ തട്ടി നേരെ വീട്ടിലേക്ക് പോവാണ്. ആക്ച്വലി ഇതൊരു ക്വിക്ക് ട്രിപ്പായിരുന്നു. ചെറിയൊരു ഷോർട്ട് ടൈമിൽ ഞങ്ങൾ കുറച്ചൊന്ന് കറങ്ങി, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം. ബൈ.